ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജുഡീഷ്യറി ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലെജിസ്ലേച്ചറിനെ പറ്റിയിട്ടും എക്സിക്യൂട്ടീവും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണുക. ജുഡീഷ്യറി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ ഫങ്ഷൻസ്, ഇതിൽ മെയിൻലി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്സിൽ വരുന്നത്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, പിന്നെ ജുഡീഷ്യൽ ആക്ടിവിസം. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യറി എന്താണെന്നും പിന്നെ ജുഡീഷ്യറിയുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജുഡീഷ്യറി എന്ന്. ജുഡീഷ്യറി ഈസ് ദ തേർഡ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ്. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് 3 ഓർഗനാണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിലെ തേർഡ് ഓർഗനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ്. ജുഡീഷ്യറി ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ നമുക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് നടപടി എടുക്കേണ്ടത് ആരാണ്? അത് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഈസ് ദ ബോഡി ഓഫ് റൂൾസ് ഇമാനേറ്റിംഗ് ഫ്രം ഗവൺമെൻറ്റൽ ഏജൻസി ആൻഡ് അപ്ലൈഡ് ബൈ കോർട്ട്. അപ്പോൾ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടാക്കുന്ന കുറേ റൂൾസുകളാണ്. അത് ആരാണ് അപ്ലൈ ചെയ്യുന്നത്? അത് കോർട്ട്സാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ റിയൽ മീനിങ് ഓഫ് ലോ ഈസ് വാട്ട് ജഡ്ജസ് ഡിസൈഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഗിവിങ് ദെയർ ജഡ്ജ്മെൻറ്റ്സ്. അതായത് വേരിയസ് കേസിൽ അവർ ജഡ്ജസ് നൽകുന്ന ജഡ്ജ്മെൻറ്റ്സിനനുസരിച്ചായിരിക്കും ഓരോ ലോയും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ടേം ജുഡീഷ്യറി മീൻസ് ദോസ് ഒഫീഷ്യൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഹൂസ് ഫംഗ്ഷൻ ഈസ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അപ്ലൈ ലോസ് ടു സ്പെസിഫിക് കേസസ്. അവർ ഫംഗ്ഷൻ എന്താണ്? ലോസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, പിന്നെ അത് ഓരോ കേസിന് അപ്ലൈ ചെയ്യുക. പിന്നെ ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ആളുകൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ജുഡീഷ്യറി ഈസ് കൺസിസ്റ്റ് ഓഫ് കോർട്ട്സ്, ജഡ്ജസ് ആൻഡ് ലോസ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ്സ് കോർട്ട്സ് ഇൻക്ലൂഡ് ആവും, ജഡ്ജസ് ഇൻക്ലൂഡ് ആവും ആൻഡ് ലോസും ഇൻക്ലൂഡ് ആവും. പിന്നെ എന്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്? ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു സിറ്റിസൻ്റെ ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യുക. അദ്ദേഹത്തിന് എന്തെങ്കിലും, അതായത് ഒരു സിറ്റിസണിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുക. അപ്പോൾ അതാണെന്ന് പറയുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ലാസ്കി പറയുന്നത്, വെൻ വി നോ ഹൗ എ നേഷൻ ഡിസ്പെൻസസ് ജസ്റ്റിസ് വി നോ ദ എക്സാക്ട്നെസ് ഓഫ് ദി മോറൽ ക്യാരക്ടർ ടു വിച്ച് ഇറ്റ് ക്യാൻ പ്രറ്റൻഡ്. അതായത് എങ്ങനെ ഒരു രാജ്യം അവരുടെ ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നു, അപ്പോൾ അതിലൂടെ നമുക്ക് ആ രാജ്യത്തിൻ്റെ ഈ ഒരു ജസ്റ്റിസിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ബന്ധം പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ബൈ ദ സ്റ്റേറ്റ് മസ്റ്റ് ബി റിഗാർഡ് ആസ് എ പെർമനൻറ്റ് ആൻഡ് എസെൻഷ്യൽ എലിമെൻറ്റ് ഓഫ് സിവിലൈസേഷൻ. എന്താണ്? ഒരു പെർമനൻറ്റും എസെൻഷ്യൽ എലിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും പാടില്ല, കാരണം ജസ്റ്റിസ് എല്ലാവർക്കും നൽകിയിരിക്കണം എന്നത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ 2-3 കോഴ്സ് ജസ്റ്റിസിനെ പറ്റിയിട്ട് തന്നിരിക്കുകയാണ്. റോൾ ഓഫ് ജുഡീഷ്യറി ആസ് ദ ഗാർഡിയൻ ഓഫ് പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യറി എന്താണ്? ഗാർഡിയൻ, പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും പ്രൊട്ടക്ടറായിട്ട് നമ്മൾ ആരെയാണ് കരുതുന്നത്? ജുഡീഷ്യറിയാണ് കരുതുന്നത്. അപ്പോൾ ജുഡീഷ്യറി എന്താണ്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഓർഗനാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ജസ്റ്റിസ് കൊടുക്കുന്നതും ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി ഓർഗനൈസേഷൻ ഇങ്ങനെയാണ്: സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്സ്, പിന്നെ ന്യായ പഞ്ചായത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ ഓർഗനൈസേഷൻ വരുന്നത്. പിന്നെ എല്ലാ കോർട്ട്സും ഒരേപോലെ ആയിരിക്കില്ല. പല രാജ്യങ്ങളിലും പല തരത്തിലാണ് കോർട്ട്സ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ക്രിമിനലും സിവിലും ഡിവൈഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിവിൽ ലോസും ക്രിമിനൽ ലോസും 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി 2 സെപ്പറേറ്റ് കോർട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് ഫീച്ചേഴ്സ് കോമൺ ആണെങ്കിൽ പോലും കുറേ ഡിഫറൻസ് ഉണ്ട് പല രാജ്യത്തെയും ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. In the Anglo-Saxon countries, the courts except those of appeal usually consist of a single judge. ആ ഒരു കൺട്രീസിലൊക്കെ സിംഗിൾ ജഡ്ജായിരിക്കും. പക്ഷേ ഫ്രാൻസ് പോലുള്ള കൺട്രീസിലൊക്കെ കൊളീജിയൽ സിസ്റ്റമാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും ജഡ്ജസ് ആയിട്ട്.
പിന്നെ ഇൻ ഫ്രാൻസ് ആൻഡ് അതർ കോൺട്രി കൺട്രീസ് ദർ ഈസ് എ യൂണിറ്റ് ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വിച്ച് മീൻസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ് ആർ ഹാൻഡിൽ ബൈ ദ സെയിം കോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രാൻസിലൊരു കൊളീജിയൽ സിസ്റ്റം ആയിരിക്കും, അതായത് ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ഉണ്ടായിരിക്കും, ഒരു സിംഗിൾ ജഡ്ജ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രിമിനലും സിവിൽ ലോസും ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സെയിം കോർട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ അമേരിക്ക, ഇംഗ്ലണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സെപ്പറേറ്റ് കോർട്ടാണ് ഉള്ളത്. അപ്പോൾ ചില രാജ്യങ്ങൾ സിംഗിൾ ജഡ്ജായിരിക്കും, ചിലയിടത്ത് കൊളീജിയൽ സിസ്റ്റം ആയിരിക്കും, ചില സ്ഥലത്ത് ക്രിമിനലും സിവിൽ ലോസും ഒരുമിച്ചായിരിക്കും, ചില സ്ഥലത്ത് സെപ്പറേറ്റ് കോർട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആംഗ്ലോ അമേരിക്കൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ജഡ്ജസ് ഒരു സർക്യൂട്ട് പോലെ അവർ കോർട്സ് ഇങ്ങനെ പല സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് അവിടുത്തെ പരാതിക്കാരനെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കോർട്സാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കോർട്സ് മൂവ് ചെയ്യില്ല, ജസ്റ്റ് ഒരു ഫിക്സഡ് പ്ലേസിലായിരിക്കും കോർട്സ് ഉണ്ടായിരിക്കുക, അവിടേക്ക് ആളുകൾ വരികയായിരിക്കും. പക്ഷേ ഇത് കോർട്സാണ് മൂവ് ചെയ്യുന്നത്, സർക്യൂട്ട് ചെയ്യുന്നത്. On the continent of Europe, the courts are sedentary or localized. That is, courts commonly sit only at a specified place. അപ്പോൾ നമ്മളുടെയൊക്കെ പോലെ തന്നെയാണ് യൂറോപ്പിലും അവിടേക്കാണ് ജനങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആർക്കോ നീതി വേണ്ടത് അവർ നേരെ കോടതിയിലേക്ക് വരുന്നത്. കോടതി ഒരു സെപ്പറേറ്റ് പ്ലേസിൽ ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ഫ്രാൻസിൽ ആൻഡ് റെസ്റ്റ് ഓഫ് ദ കോൺട്രി കൺട്രി ദർ ആർ 2 sets ഓഫ് ജുഡീഷ്യൽ ഓർഗനൈസേഷൻ. അവിടെ 2 സെറ്റ് ഓഫ് ജുഡീഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്ന് ഓർഡിനറി കോർട്സും ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സും. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞു ഫ്രാൻസിലാണ്, ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അവിടെ അവരൊരിക്കലും പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളായിരിക്കില്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സ് ഉണ്ടാക്കിയ നിയമങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഫ്രാൻസിൻ്റെ ഒരു കേസിലാണെങ്കിൽ അവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളല്ല, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സ് പാസ്സാക്കിയ നിയമങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. In United States, judiciary is the guardian of the Constitution, whereas in England, the court must accept all as they are. കോർട്സ് യു എസിലൊക്കെ ആണെങ്കിൽ ജുഡീഷ്യറി ആണ് ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലാണെങ്കിലോ കോർട്ട് മസ്റ്റ് ആക്സെപ്റ്റ് ഓൾ ലോസ് ആസ് ദെയർ. എങ്ങനെയാണോ അവിടെ ലോസ് ഉള്ളത് അത് കോർട്സ് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ജുഡീഷ്യറി മസ്റ്റ് അപ്ലൈ ലോസ് ആസ് ദേ കം ഫ്രം ലെജിസ്ലേച്ചർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അവർ നിർമ്മിക്കുന്ന എല്ലാ നിയമങ്ങളും അതേപടി തന്നെ അനുസരിക്കണം, കോടതി അനുസരിക്കണം. ഇൻ ആംഗ്ലോ അമേരിക്കൻ കൺട്രീസ് ജഡ്ജസ് മെയ്ഡ് ലോസ് ഫോം എ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ജുഡീഷ്യൽ പ്രോസസ്. അതുപോലെ തന്നെ ഈ ആംഗ്ലോ അമേരിക്കൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ ജഡ്ജസ് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആയിട്ട് മാറാറുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗീവ് ജസ്റ്റിസ്. നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും, ആളുകൾക്ക് നീതി ഉറപ്പാക്കുക. അതാണ് ഗീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് കുറ്റം ചെയ്തവർക്കാണെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുക. അത് ആരെങ്കിലും അവരെ വയലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, സിറ്റിസണിന് എന്തെങ്കിലും റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ആരിനെ സമീപിക്കാം, അവരെ കോർട്ടിനെ സമീപിക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂൾ അഡ്ജുഡിക്കേഷൻ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ റൂൾസുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ, അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അത് നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ആരാണ്, അത് കോർട്ടിൻ്റെ ജോലിയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ആരാണ് തീർക്കുന്നത്, അത് കോടതിയാണ് തീർക്കുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലോ, അതായത് ഈ വരുന്ന നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അത് സ്പെസിഫിക് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതും കോർട്ടിൻ്റെ ഒരു ഫംഗ്ഷനാണ്. റോൾ ഇൻ ലോ മേക്കിംഗ്, അതുപോലെ തന്നെ ഒരു നിയമനിർമ്മാണത്തിലും കോടതിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്, ജഡ്ജ്മെൻറ്റ്സ് ഡെലിവേർഡ് ബൈ ദ ഹയർ കോർട്ട്സ് വിച്ച് ആർ ദ കോർട്ട്സ് ഓഫ് റെക്കോർഡ്സ് ആണ്. ഈ ഹയർ കോർട്ട്സ് പാസ്സാക്കിയ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിധികൾ ആർക്കും കൂടി ബാധകമാണ്, ലോവർ കോർട്ട്സിനും കൂടിയും ബാധകമാണ്. അതുപോലെ തന്നെ ഈ ചില സമയത്ത് ജുഡീഷ്യൽ ഡിസിഷൻസൊക്കെ ലോയുടെ പാർട്ടായിട്ട് മാറാറുണ്ട്.
പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആണ്. ജുഡീഷ്യറി ഹാസ് എ സുപ്രീം റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് നമുക്ക് നമ്മളെ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള റൈറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ബിസിനസ് ത്രൂ. നമുക്ക് ഈ ഒരു കേസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ബിസിനസ് ത്രൂ ഇൻ്റർനെറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ്. അതായത് ഇപ്പോൾ ഒരു ബെഞ്ചിൻ്റെ വിധിയാണ്, വി ഡിക്ലെയർ ദാറ്റ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് ദ ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ക്യാരി ഔട്ട് ട്രേഡ് ഓർ ബിസിനസ് ഓർ ഓക്യുപ്പേഷൻ ഓവർ ദി മീഡിയം ഓഫ് ഇൻ്റർനെറ്റ് എൻജോയ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ അണ്ടർ ദി ആർട്ടിക്കിൾ 19. അതായത് നമുക്ക് ഇൻ്റർനെറ്റിലൂടെയും നമ്മളുടെ ഫ്രീഡം ഓഫ് പ്രാക്ടീസ് ഓഫ് എനി പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് എന്ത് ട്രേഡ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള നമുക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു ലോ ഒന്നും കൂടി ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, അത് നമ്മളുടെ ഒരു അവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും കൂടിയാണ് നമ്മുടെ കോടതി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത പോയിൻ്റാണ് പവർ ടു ഗെറ്റ് ഇറ്റ്സ് ഡിസിഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് എൻഫോഴ്സ്ഡ്. അതുപോലെ എന്ത് ഒരു അധികാരം കൂടി അവർക്കുണ്ട്, അവർ പറയുന്ന ഡിസിഷൻസും ജഡ്ജ്മെൻറ്റ്സും എൻഫോഴ്സ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പോൾ ജുഡീഷ്യറി ഹാസ് ദ പവർ നോട്ട് ഓൺലി ജഡ്ജ്മെൻറ്റ്സ് ഡെലിവർ ചെയ്യുക മാത്രമല്ല അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള കഴിവും ആർക്കുണ്ട്, അല്ലെങ്കിൽ അധികാരവും ആർക്കുണ്ട്, ജുഡീഷ്യറിക്കുണ്ട്. ഇപ്പോൾ നമുക്കൊരു കേസ് പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ട് ഓർഡേഴ്സ് സെൻട്രൽ ടു സ്റ്റേറ്റ്സ് ടു ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡ് ട്രാൻസ്പോർട്ട്, ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫ്രീ ഓഫ് കോസ്റ്റ് ടു സ്ട്രാൻഡഡ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. സുപ്രീം കോർട്ട് പറഞ്ഞത് ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ മൂവ്മെൻറ്റിലാണ്, അതായത് പല അതിഥി തൊഴിലാളികൾക്കും അവരുടെ പ്ലേസിലേക്ക് അവരുടെ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ പിക്ചേഴ്സാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്, സെൻറ്ററിനോടും സ്റ്റേറ്റിനോടും പറഞ്ഞത് അവർക്ക് വേണ്ട ഫുഡും അവർക്ക് ട്രാൻസ്പോർട്ടും അല്ലെങ്കിൽ ഷെൽട്ടറും ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് ഗാർഡിയൻ എന്ന് പറയുന്നത്? ജുഡീഷ്യറി ആണ് ഒരു ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ നമുക്ക് നടപ്പിലാക്കുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മൾ ജുഡീഷ്യറിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ് പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ ആണ് എന്നുള്ള ഒരു പവർ എന്ന് കൊണ്ടുവന്നത് മാർബറി വേഴ്സസ് മെഡിസിൻ കേസിലാണ്. അവിടെയാണ് പറഞ്ഞത് അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ലെജിസ്ലേച്ചറിനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് എന്തെങ്കിലും നിയമങ്ങൾ ജനങ്ങൾക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡായി പറയാനുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് പറഞ്ഞത്? കോർട്സിനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാത പിൻപറ്റിയിട്ട് നമ്മൾ ഇന്ത്യയിലും ഒരുപാട് ജുഡീഷ്യൽ റിവ്യൂസ് ഇപ്പോൾ നടക്കാറുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു കേസ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങളാണെങ്കിൽ അത്, അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, അത് കോൺസ്റ്റിറ്റ്യൂഷണലി അപ്ലിക്കബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ജുഡീഷ്യൽ ആക്ടിവ്സും അതിൻ്റെ കൂടെ പറയുന്നതാണ്. ഇനി സ്പെഷ്യൽ റോൾ ഇൻ ഫെഡറേഷൻ, അതായത് സ്റ്റേറ്റുകളും സെൻറ്ററും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തീർക്കുന്നതും ആരാണ്? അതും നമ്മുടെ കോടതിയാണ് തീർക്കുന്നത്. ഇപ്പോൾ ഒരു കേസ് നമുക്ക് പറയുകയാണെങ്കിൽ കേരള ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെൻട്രൽ ഇൻ സുപ്രീം കോർട്ട് ഓൺ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്. അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ടിനെതിരെ ആര് ഫയൽ ചെയ്തു? കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ, അതായത് Article 131 gives the Supreme Court jurisdiction in disputes between one or more states or central government. സ്റ്റേറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 131 പ്രകാരം അതിൽ തീർക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ജുഡീഷ്യറിക്കുണ്ട്.
ഇനി ടു കണ്ടക്ട് ജുഡീഷ്യൽ എൻക്വയറീസ്, അതായത് ജഡ്ജസ് ആർ വെരി ഓഫൺ കോൾഡ് അപ്പോൺ ടു ഹെഡ് എൻക്വയറി കമ്മീഷൻ, അതായത് ജഡ്ജസിന് നമ്മൾ എൻക്വയറി കമ്മീഷൻ്റെ ഹെഡും ആക്കാറുണ്ട്. അതായത് എന്തിനാണ് അങ്ങനെ ആക്കുന്നത്? ഇത് ഈ ഒരു എൻക്വയറി കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്തെങ്കിലും ഇറേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ പബ്ലിക് സെർവൻസിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ജുഡീഷ്യറി ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒപ്പോസിഷൻ ഡിമാൻഡ്സ് ജുഡീഷ്യൽ എൻക്വയറി ഇൻറ്റു പോലീസ് ആക്ഷൻ അറ്റ് ജാമിയ മിയ, അതായത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് അവിടുത്തെ സ്റ്റുഡൻസിനെതിരെ പോലീസിൻ്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒപ്പോസിഷൻ ഡിമാൻഡ് ചെയ്യാണ് അതിനെതിരായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി കൊണ്ടുവരണമെന്നാണ് നമ്മളെ ഒപ്പോസിഷൻ ഡിമാൻഡ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ തെലങ്കാനയിലെ എൻകൗണ്ടർ ഡെത്തിനെ പറ്റിയിട്ട് ജുഡീഷ്യൽ എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞിരുന്നു. തെലങ്കാനയിൽ ഒരു എൻകൗണ്ടർ നടത്തിയിരുന്നു. അപ്പോൾ അതിനെതിരെ ജുഡീഷ്യൽ എൻക്വയറി വരണമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതുപോലെ അഡ്വൈസറി ഫംഗ്ഷൻ, അതായത് സുപ്രീം കോർട്ടിന് എന്തുണ്ട്, പിന്നെ ലീഗൽ മാറ്റേഴ്സിൽ നമുക്ക് പ്രസിഡൻ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 143 ഓതറൈസസ് ദി പ്രസിഡന്റ് ടു സീക്ക് ആൻ അഡ്വൈസറി ഒപ്പീനിയൻ ഫ്രം സുപ്രീം കോർട്ട്. എന്തൊക്കെ കാര്യത്തിലാണ് സുപ്രീം കോർട്ടിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായുക? അതായത് ഫസ്റ്റ് മാറ്റർ എന്ന് പറഞ്ഞത് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് വരുന്ന മാറ്റേഴ്സും, പിന്നെ എന്തെങ്കിലും ട്രീറ്റി എഗ്രിമെൻ്റ് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആരിൽ നിന്ന് ഉപദേശം തേടാൻ പ്രസിഡൻറ്റിന് സുപ്രീം കോർട്ടിൽ നിന്ന് ഉപദേശം തേടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ ലേറ്റ് പ്രസിഡൻറ്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ സമയത്ത് ഒരു കേരള എഡ്യൂക്കേഷൻ ബില്ല് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയിട്ട് സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് തേടിയിരുന്നു. അപ്പോൾ സുപ്രീം കോർട്ട് പറയുന്നതാണ് ആ ബില്ലിൽ കുറച്ച് ക്ലോസസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനലി അപ്ലിക്കബിൾ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ചേരുന്നതല്ല. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്തു? ആ ബില്ലിൽ സൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ നേരെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരിച്ചയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ വീണ്ടും അയച്ചു. പിന്നീടാണ് അത് പാസ്സാക്കുന്നത്. അപ്പോൾ നമുക്ക് ജുഡീഷ്യറിയിൽ നിന്ന് പ്രസിഡൻറ്റിന് അഡ്വൈസ് തേടാവുന്നതാണ്. അപ്പോൾ അതും ഒരു അഡ്വൈസറി ഫംഗ്ഷനാണ്. പിന്നെ അതർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറെ കുറച്ച് ഫംഗ്ഷൻസാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് സർട്ടൻ ലോക്കൽ ഒഫീഷ്യൽസ് ഓഫ് ദ കോർട്ട്, പിന്നെ ചൂസിങ് ഓഫ് ക്ലറിക്കൽ ആൻഡ് അതർ എംപ്ലോയീസ്, അങ്ങനത്തെ കുറച്ച് വേറെ ഫംഗ്ഷൻസും സുപ്രീം കോർട്ടിനുണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യറിക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ജുഡീഷ്യറി എന്താണെന്ന് പറഞ്ഞു. ജുഡീഷ്യറിയാണ് തേർഡ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ജുഡീഷ്യറിയാണ് ഇൻ്റർപ്രറ്റ് ദ റൂൾസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നൽകുന്നത് ജുഡീഷ്യറിയാണ്. പിന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓരോ രാജ്യത്തും ഓരോ തരത്തിലാണ് ജുഡീഷ്യറി. ചില സ്ഥലങ്ങളിൽ സിംഗിൾ ജഡ്ജായിരിക്കും, ചിലയിടത്ത് കോളേജിയൽ സിസ്റ്റം ആയിരിക്കും, പിന്നെ ചിലയിടത്ത് റൂൾസ് മേക്ക് ചെയ്യുന്നത് പാർലമെൻ്റ് ആയിരിക്കും. ചില സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സ് ഉണ്ടായിരിക്കും, ഫ്രാൻസിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ പലതരത്തിലാണ് കോർട്സ് വർക്ക് ചെയ്യുന്നത് പല രാജ്യങ്ങളിലും. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് പറഞ്ഞു, അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു. ഇനി ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.